ഒരു സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കാണുന്ന രീതികൾ, കാഴ്ചപ്പാടുകളൊക്കെ എന്ന് വെച്ചാൽ എല്ലാം നല്ല കോൺഫിഡൻറ്റോട് കൂടി ചെയ്യുമ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ഇങ്ങനെ തരണം ചെയ്തുകൊണ്ട് എല്ലാം സക്സസ് ആയി മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ സക്സസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയാളൊരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് പറയുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് എത്ര സ്ട്രോങ് ആയ മനുഷ്യനെയും ഇങ്ങനെ നിലംപരിശാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ചില മനുഷ്യന്മാർ, നമ്മളെ മറ്റെന്തിനേക്ക് അതിജീവിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ ഹൃദയത്തിനോട് തോളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചില മനുഷ്യരുകൾ നമ്മളെ ഇങ്ങനെ പിന്നിന്ന് കുത്തുക എന്ന് പറയാറില്ലേ. നമ്മൾ വിശ്വസിച്ചവർ നമ്മളെ ഇങ്ങനെ ചതിക്കുമ്പോൾ അത് നമുക്ക് ഉണ്ടാക്കുന്ന മുറിവ്, അതിൻ്റെ വേദന, അതിൻ്റെ കാഠിന്യം, അത് ശത്രുക്കൾ അടുത്തുനിന്ന് പോലും ഉണ്ടാവാത്ത അത്രയും വേദനയാണ്. ഒരുപക്ഷെ നമ്മുടെ ശത്രുക്കൾ നമ്മളെ ഇങ്ങനെ അവഹേളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ചതിക്കുമ്പോൾ നമുക്ക് അവരോടുണ്ടാകുന്ന വെറുപ്പ്, വിദ്വേഷം, ഇതൊക്കെ നമ്മളിങ്ങനെ കാണിക്കും. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചവർ നമ്മളോടത് കാണിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും. നമ്മുടെ ഹൃദയത്തിൽ അവർക്കൊരിടം നമ്മൾ നൽകിയിട്ടുണ്ടെങ്കിലും അവരുടെ ഹൃദയത്തിൻ്റെ 7 അയലത്ത് പോലും നമ്മൾ ഉണ്ടായിരുന്നില്ല എന്ന സത്യം തിരിച്ചറിയുമ്പോൾ നമ്മൾ അതുവരെ നേടിയെടുത്ത വിജയങ്ങളുടെ എല്ലാം സന്തോഷം ഒന്നുമല്ലായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ സന്തോഷങ്ങളുടെ എല്ലാം തീവ്രത ഈ ഒറ്റ ഒരു കാരണം കൊണ്ട് കുറഞ്ഞു പോയേക്കാം. എന്ത് ചെയ്തിട്ടാണ് അവർ നമ്മളെ ഇങ്ങനെ പുറകിൽ നിന്ന് പറ്റിച്ചു കളഞ്ഞത് എന്ന് നമ്മൾ വെറുതെ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും. ശരീരം കൊണ്ട് തൊട്ടടുത്ത് നിൽക്കുമ്പോഴും ഹൃദയം കൊണ്ട് ഒരുപാട് അകലെയായിരുന്നെന്ന് അത് നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കും. ആ ഒരു വേദനയിൽ നമ്മുടെ മനസ്സും ശരീരവും അങ്ങ് തളർന്നു പോകും. അപ്പോഴും മനസാക്ഷി നമ്മളോട് ചോദിച്ചു കൊണ്ടേയിരിക്കും, എന്തിനാണ് അവരിങ്ങനെ നിങ്ങളെ പറ്റിച്ചത്? എന്തിനാണ് അവരിങ്ങനെ നിങ്ങളെ പറ്റിച്ചത്? എന്തിനാണ് അവരിങ്ങനെ നിങ്ങളെ പറ്റിച്ചത്?